സാർ എൻ്റെ പേര് രാജേഷ് എന്നാണ്, രാജേഷ് വിജയൻ, ഡിജിറ്റൽ ഹെഡ് എന്നാണ്. അപ്പോൾ സാറ് എങ്ങനെയാണ് ഈ BRD ലെക്സിലോട്ട് എത്തിപ്പെട്ടത്? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പാലക്കാടാണ് ഇപ്പോൾ സ്റ്റേ ചെയ്യുന്നത്. ഞങ്ങളുടെ ഫാമിലി ഫുള്ള് തൃശ്ശൂർക്കാരാണ്. ഞങ്ങളും തൃശ്ശൂർക്കാരാണ്. ബേസ് തൃശ്ശൂരാണ്. ബേസ് തൃശ്ശൂർ കൂടെ കണ്ടുവരികയാണ്. ഈ വഴി സ്ഥിരം യാത്ര ചെയ്യുന്നവരാണ്. ഇങ്ങനെ ഇവിടെ സെക്കൻഡ്സ് വണ്ടി നോക്കുമ്പോൾ കുറേ വർഷങ്ങളായിട്ട് നോക്കുമ്പോൾ നമ്മൾ പല പ്രാവശ്യം 2-3 പ്രാവശ്യം വന്നിരുന്നു. ശരി. അന്ന് ഞാൻ നോക്കിയിരുന്നത് ഒരു Q7 ആയിരുന്നു. പിന്നീട് അതിൽ നിന്ന് മാറി പെട്ടെന്ന് എനിക്കൊരു ഗ്ലോസ്റ്റർ കിട്ടിയപ്പോൾ ഞാൻ അതെടുത്ത് ഇത് ചെയ്തു. അപ്പോൾ വൈഫ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഇന്നോവയാണ്. ഇന്നോവ ഒന്ന് മാറ്റണം എന്നുള്ള കാരണം 2009 മോഡലാണ്. അപ്പോൾ അത് ആയി. പിന്നെ അതൊന്ന് മാറ്റണം എന്നുള്ള രീതിയിൽ വന്നപ്പോൾ നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത് പലതും വീഡിയോസ് കണ്ടെങ്കിലും നേരിട്ട് കാണാനുള്ള ഒരു കൊണ്ട് ഞാനവിടെ പുള്ളിയായിട്ട് കോണ്ടാക്ട് ചെയ്ത് കോണ്ടാക്ട് ചെയ്ത് അങ്ങനെ അവിടെ വന്നു. X5 ആയിരുന്നു ലക്ഷ്യം. കൂടെ വന്നപ്പോൾ X5 ഉണ്ടായിരുന്നില്ല. അപ്പോൾ പുള്ളി 2-3 വണ്ടികൾ കാണിച്ചു തന്നു. അതിലൊട്ടും ശ്രദ്ധിക്കാതിരുന്ന വണ്ടിയായിരുന്നു, അല്ലെങ്കിൽ പ്ലാൻ ഇല്ലാതിരുന്ന വണ്ടിയായിരുന്നു കുപ്പേ. മുകളിൽ കയറിയൊരു ബെൻസിന്റെ GLCയും GLSും കാണുന്നത് കാണിക്കാന്ന് പറഞ്ഞ പുള്ളി മോളിൽ കൊണ്ടുപോയി. മോളിൽ നിന്നുള്ള വ്യൂ ഇതിന്റെ കണ്ടപ്പോൾ കുപ്പേരെ കണ്ടപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് GLC താഴെ വന്ന് ആദ്യം ഒന്ന് നോക്കി കയറിയപ്പോൾ തന്നെ വണ്ടി ഓടിച്ചു നോക്കാന്ന് പറഞ്ഞു പുള്ളി. ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ല. നല്ല പ്രത്യേകിച്ച് വണ്ടിയുടെ ഷേപ്പും കാറും അല്ല SUV ഒരു ഷേപ്പ് കണ്ടപ്പോൾ കാറിനോട് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാറൊക്കെ ആകുമ്പോൾ കുറച്ച് താഴ്ന്നിരിക്കുന്ന അമ്മയ്ക്കൊക്കെ ഇരിക്കൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ രീതിയിലാണ് അതിനെ കണ്ടത്. നോക്കിയപ്പോൾ അത്യാവശ്യം ഐറ്റമുണ്ട്. മറ്റ് SUVകൾ പോലെ കയറിയിരിക്കേണ്ട ഒരു ആവശ്യമില്ല, ഇന്ന് തന്നെ ഇരിക്കാവുന്ന ഒരു ഇതാണ്. മോഡലും ആ ഒരു രൂപവും ഒക്കെ ഇഷ്ടപ്പെട്ടു. പിന്നെ വണ്ടി ഓടിച്ച് നോക്കിയപ്പോൾ കുറച്ച് കംഫർട്ടുമാണ്. ആ രീതിയിലാണ് ഇതുവരെയുള്ള സാറിന്റെ BRD ലെക്സുമായിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? അല്ല, അതിനുശേഷം പുള്ളി എപ്പോഴും കോൺടാക്ട് ചെയ്യുന്നു. നമ്മൾ അന്ന് വന്ന് വണ്ടിയുടെ റേറ്റ് പറഞ്ഞ് നമ്മൾ അത് കഴിഞ്ഞ് പോയി. പിറ്റേ ദിവസം മുതൽ പുള്ളി കോൺടാക്ട് ചെയ്തിരുന്നു. എന്താണ് ഇപ്പോൾ എന്നുള്ള ഡീറ്റെയിൽസൊക്കെ. അപ്പോൾ നമ്മളുടെ കാര്യങ്ങളും ഓപ്പണായിട്ട് തുറന്നു പറഞ്ഞു. ഇപ്പോൾ ഏകദേശം രണ്ടുപേർക്കും പറ്റാവുന്ന ഒരു ലെവലിലേക്ക് ഒരു വിൻ സിറ്റുവേഷൻ എത്തിയപ്പോൾ 2 ദിവസം കൊണ്ട് തന്നെ പുള്ളി 2 ദിവസം കൊണ്ട് തന്നെ എത്തിച്ചു. ആദ്യം ഇത് പറഞ്ഞപ്പോഴേക്കും അതിൽ കഴിഞ്ഞ് പോയപ്പോഴേക്കും വീണ്ടും X5 കുറച്ചെണ്ണം നമുക്കിങ്ങനെ വന്നിരുന്നു. അത് ഇറങ്ങി തന്നെ വേറെ ഒന്നും നോക്കി. അതും നമുക്കത് അത്രയ്ക്ക് കണ്ടുപിടിക്കാത്തത് കൊണ്ടും മറ്റൊരു പിന്നെ പുള്ളിയായിട്ട് ഡീലിങ്ങിൽ പുള്ളി ഒക്കെ പറഞ്ഞപ്പോൾ ഞാൻ അപ്പം തന്നെ ട്രാൻസ്ഫർ ചെയ്ത് ബുക്ക് ചെയ്യായിരുന്നു. പക്ഷെ നമ്മള് ബുക്ക് ചെയ്യുന്ന ഡേറ്റുകളിൽ ഹോളിഡേയ്സ് ആയി. പിന്നെ October 2 അങ്ങനെ ഒരു 4 days നമുക്ക് പോയി. October 3 Saturday Sunday ആയിട്ട്. ഇന്നലെയാണ് എനിക്ക് ബാക്കി ക്യാഷ് ഡീലിങ്സ് ചെയ്യാൻ പറ്റിയത്. അപ്പൊ തന്നെ പുള്ളി വെച്ച് കഴിഞ്ഞാൽ ഡെലിവറി എടുക്കാന്ന് നാളെ തന്നെ എടുക്കാന്നുള്ള പുള്ളി റെഡിയായി പെട്ടെന്ന് കറക്റ്റ് കൊടുത്തത് കറക്റ്റ്. അതിനേക്കാൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഡേറ്റ് ഒന്നും ഞാൻ ട്രാൻസ്ഫർ ചെയ്തിട്ട് മൺഡേ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ട്യൂസ്ഡേ എടുക്കാമെന്നുള്ളത് മാത്രമേ വിചാരിച്ചുള്ളൂ. അല്ലാതെ വേറെ ഒന്നും ചിന്തിച്ചില്ല. പക്ഷേ അത് എന്തോ നിമിത്തം കൊണ്ടാണെന്ന് അറിയില്ല 7th ആണ് ഇന്ന്. എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് 7th ആണ്. ഡേറ്റ് ഓഫ് ബർത്ത് പ്രത്യേകത കൂടിയുണ്ട്. 7/7/77 ആണ് ഞാൻ. കംപ്ലീറ്റ് 7 ആണ്. അത് കാരണം നേരത്തെ വന്ന വണ്ടിയുള്ള ഒരു 7/7/77 കണ്ടിട്ടൊക്കെ നോക്കിയിരുന്നു. അത് മാത്രമല്ല ഇന്ന് ഉത്രട്ടാതി നാളും കൂടിയാണ് എന്നതാണ്. അതൊക്കെ ഒരു നല്ലൊരു നിമിത്താവട്ടെ എന്ന് മാത്രം. അതിൽ കൂടുതലൊന്നും അതിനെ കുറിച്ച് ആലോചിക്കുന്ന ഒരു വ്യക്തിയല്ല. പക്ഷെ അത് ഓട്ടോമാറ്റിക്കതായി മാറി. ഇപ്പൊ സാറിന്റെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിന് നാളെ തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യും. എന്തായാലും റെഫറൻസ് കൊടുക്കുന്നത് ചെയ്യും. ഞാനിപ്പോ റോട്ടറി പോലുള്ള സംഘടനയിലൊക്കെ ഉള്ള കാരണം അധികം പേര് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട്. എന്തായാലും അങ്ങനെയുള്ള റെഫറൻസുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മളിവിടെ ജനറലി യൂസ്ഡ് പ്രീമിയം ലക്ഷറി കാറാണ് ചെയ്യുന്നത്. നോർമലായിട്ട് നമ്മുടെ വാല്യുവേഷൻസ് ഒരു 100 വണ്ടി വന്നാൽ ഞങ്ങൾ 95 എണ്ണം റിജക്ട് ചെയ്യും. പിന്നെയുള്ള ഒരു 5 എണ്ണം മാത്രമേ എടുക്കത്തുള്ളൂ. കാരണം അത്രയും ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ വെഹിക്കിൾ നമ്മൾ പുറത്ത് പോലും ഇറക്കിയിടാറില്ല. എല്ലാം എയർ കണ്ടീഷനായിട്ട് ആൾക്കാർ കിടക്കുന്ന പോലെയാണ് കാർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോ അങ്ങനത്തെ ഒരു ഇതാണ് നമ്മൾ. പിന്നെ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റഡ് കമ്പനിയാണ്. അപ്പോൾ അങ്ങനെ കുറേ അഡ്വാൻറ്റേജ് ഉണ്ട്. ഇപ്പോൾ എന്തായാലും സാറ് ഈ വണ്ടി നോക്കിയതിന് ശേഷം വേറെ പല ആൾക്കാരും വന്നിട്ടുണ്ടായിരുന്നു ഇത്. അപ്പോൾ എപ്പോഴും അങ്ങനെയാണ്, നമ്മളൊരു വണ്ടി ബുക്കിംഗ് ആയി കഴിയുമ്പോൾ ഇതുവരെ വേണ്ടാത്ത ആൾക്കാർക്കൊക്കെ പിന്നെ പെട്ടെന്ന് വേണം തോന്നുമായിരുന്നു. എന്തായാലും വെൽക്കം ടു ദ BRD Lex family, sir. So thank you so much for the purchase of the cars. Thanks.